വിഷ്ണു, പെണ്ണ് റെഡി. വിഷ്ണു, പെണ്ണ് റെഡി. ഈ കുട്ടി അറിയോ? ഇല്ല, അറിയില്ല. ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. റിട്ടയർ ആയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ മിസ്റ്റർ മേനോൻ. അദ്ദേഹത്തിന്റെ 3 മക്കളിൽ മൂത്തവൾ. സർക്കാർ ജോലി, നല്ല സ്വഭാവം, എന്റെ നല്ല കൂട്ടുകാരി, അന്തസ്സുള്ള കുടുംബം. പേര് ആരതി. ഇപ്പൊ ഇത്രയും പോരെ? മതി. സമ്മതമാണെങ്കിൽ അഡ്രസ് ഫോൺ നമ്പർ ഞാൻ തരാം. ആലോചിച്ച് തീരുമാനിച്ചാ മതി. ഓക്കെ, ഞാൻ തീരുമാനം പറയാം. ഇപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ശരി. ഇത് ഹലോ ഹലോ, ആരതി ഉണ്ടോ? ആ തൃപ്തേ, ഇത് ഞാൻ ആരതി. ഞാൻ നിന്റെ വിവാഹകാര്യം പറഞ്ഞിരുന്നില്ലേ? നിന്നെ കെട്ടാൻ പോകുന്ന ആളതെ ഇപ്പൊ ഇവിടെ ഇറങ്ങിയതേ ഉള്ളൂ. നിനക്കയാളെ കാണണമെങ്കിൽ കണ്ടോട്ടോ. ഞാൻ എങ്ങനെ ആളെ തിരിച്ചറിയും? കടുന്നീല ജീൻസും റെഡ് ഷർട്ടും ഇട്ട ഒരാള് ഇപ്പൊ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങും. നീ പെട്ടെന്ന് താഴേക്ക് വാ, ഞാൻ അങ്ങോട്ടേക്ക് എത്താം. എങ്ങനെയുണ്ട് ആള്? ഇയാളോ? എന്താ മോക്ക് പിടിച്ചില്ലേ? ഇയാൾക്ക് എന്ത് പണിയാന്നാ നീ പറഞ്ഞേ? ബിസിനസ്. ഇയാൾക്ക് ഒരു പണിയില്ല. ഇതാരാന്നറിയോ നിനക്ക്? നമ്മുടെ സെക്യൂരിറ്റി ശേഖരേട്ടന്റെ മരുമോനാ. ഇല്ല, നിനക്ക് ആള് തെറ്റിയതാ. ഇപ്പൊ ഈ ലിഫ്റ്റിൽ നിന്ന് നീല ജീൻസും റെഡ് ഷർട്ടും ഇട്ട ഒരാളെ ഇറങ്ങിപ്പോയുള്ളൂ. അത് ശേഖരേട്ടന്റെ മരുമകനാ. ഞാൻ കണ്ടതാ, എനിക്ക് ഉറപ്പാ. ശേഖരേട്ട, ഇപ്പൊ ഈ വഴി പോയ ചെറുപ്പക്കാരനാരാ? ഒരു റെഡ് ഷർട്ടും നീല ജീൻസും ഇട്ട. അതെന്റെ മരുമോനാ, അറിയാലോ അവനെ. അറിയാം, പക്ഷെ ഇപ്പൊ പോയ ആളിന്റെ മുഖം കാണാത്തത് കൊണ്ട് ചുമ്മാ ചോദിച്ചേ ഉള്ളൂ. അവൻ ആരാന്ന് അറിഞ്ഞിട്ടും എനിക്കിട്ടൊരു നമ്പർ. കൊച്ചേ, നല്ല പ്രായം പോയാലും നിന്റെ വേല എനിക്ക് മനസ്സിലാവും. എന്ത് പറ്റി തൃപ്ത? എന്താ പ്രശ്നം? എനിക്കിന്ന് വായിക്കാൻ പറ്റില്ല. എന്താ, സുഖമില്ലേ? അതെ, നല്ല തലവേദന. ഒന്നിലൊരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. ഇപ്പോഴത്തെ ന്യൂസ് ഇയാൾ വായിച്ചോട്ടെ. തൃപ്തയ്ക്ക് നല്ല സുഖമില്ലല്ലോ. ആ സ്ക്രിപ്റ്റ് തരൂ, ഒരു റിഹേഴ്സൽ നോക്കട്ടെ. സമയമുണ്ടല്ലോ അല്ലേ? ആ, ഉണ്ട്. എന്നെ ഞങ്ങള് തപ്പി നടക്കായിരുന്നു മോളെ. അന്ന് ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ച് ആളെ വിട്ട് അടുപ്പിച്ചപ്പോ എന്ത് രസമായിരുന്നു. ആളെ വെച്ച് അടുപ്പിക്കാൻ ഞങ്ങൾക്കും അറിയാം. തടുക്കാൻ പറ്റുമെങ്കിൽ തടുത്തോടി. എവിടെ നിന്റെ മറ്റവൻ? സാരമില്ല, പശുവിനെ പിടിച്ച കാള പിന്നാലെ വരുമെന്നറിയാം.
ആളൊന്നുമല്ലേ? എന്നെ വിശ്വസിപ്പിക്കാൻ അടുത്ത നാടകം. ഈ തന്ത്രം എനിക്ക് മനസ്സിലായി. എന്ത് തന്ത്രം? ഹീറോ ചമയാൻ എത്ര രൂപ ചെലവായി? നീ നീ 2 വേഷം കെട്ടി എന്നെ പറ്റിച്ചു. യു ആർ എ ചീറ്റ്, ലയർ ആൻഡ് എ ഫ്രോഡ്. തൃപ്ത, നീ ഞാനൊന്നും മനസ്സിലാക്കില്ലെന്ന് നീ കരുതിയോ? അങ്ങനെയൊക്കെ സംഭവിച്ചു. സത്യം തുറന്നു പറഞ്ഞാ ആരും വിശ്വസിക്കില്ല. അതുകൊണ്ട് ഞാൻ വേഷം കിട്ടി. അതാരെയും വഞ്ചിക്കാനോ ദ്രോഹിക്കാനോ ആയിരുന്നില്ല. എന്റെ മനസ്സിന് അലട്ടുന്നൊരു കാര്യത്തിന് വേണ്ടിയായിരുന്നു. അതല്ല, നിന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയായിരുന്നു. നീ എന്നെ കൊരങ്ങെളുപ്പിക്കായിരുന്നു. സത്യം ബോധ്യമായാലേ ഞാൻ എന്താണെന്നും എന്തിനോട് ഇതൊക്കെ ചെയ്തൊന്നും എനിക്ക് മനസ്സിലാവുള്ളൂ. നീ അത് കേൾക്കണം. വേണ്ട, എനിക്കിനി കൂടുതലൊന്നും കേൾക്കണ്ട. ഇത്ര നാളും കേട്ടതൊക്കെ മതി. തൃപ്ത, പോകരുത്. ഞാൻ പറഞ്ഞ കേൾക്കണം. കേട്ടേ പറ്റൂ. തുറക്കാൻ മാറ്.